നമസ്കാരം. ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറം തിരൂർ റൂട്ടിൽ മഞ്ചാടിക്കടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ദണ്ഡത്താണി സ്വദേശി മരിച്ചു. കരിനിരപ്പിൽ താമസിക്കുന്ന ആലുങ്ങൽ സെയ്തലവിയാണ് മരിച്ചത്. ബൈക്ക് മറ്റൊരു വാഹനത്തിലിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യാർ സ്മാരകത്തിന് സമീപം നിർത്തിയിട്ട കാറുകൾ കത്തിനശിച്ചു. AC അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കാർ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട കാറുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി മലപ്പുറം സ്വദേശി മരിച്ചു. മലപ്പുറം നിറമരുദൂർ സ്വദേശി അബ്ദുൽ സലാമാണ് മരിച്ചത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നലിന് സമീപം ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം. കൊണ്ടോട്ടി കിഴിശ്ശേരി നീരുട്ടിക്കലിന് സമീപം തേങ്ങയുമായി പോവുകയായിരുന്ന ലോറിയും ഓട്ടോയും ഇടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ അരീക്കോട് മദർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വിമാന ജീവനക്കാരുടെ മിന്നൽ സമരത്തെ തുടർന്ന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 12 സർവീസുകൾ റദ്ദാക്കി. ഇതോടെ യാത്രക്കാർ പെരുവഴിയിലായി. ബുധനാഴ്ച രാവിലെ 8-നും 11-നും ഇടയിൽ നടത്തേണ്ട 12 സർവീസുകളാണ് റദ്ദാക്കിയത്. വേനൽ കടുത്തതോടെ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം. കിണറുകളും മറ്റ് ജലാശയവും ജലനിരപ്പ് താഴ്ന്നതോടെ കുടിവെള്ളത്തിനായി നെട്ടോടമോടുകയാണ് ജനം. വരൾച്ചയിലൂടെ കൃഷിനാശമുണ്ടായ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ വിദഗ്ധ സംഘം സന്ദർശിച്ചു. ജില്ലാ കൃഷി ഓഫീസർ രജനി മുരളീധരന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തി കൃഷിനാശം വിലയിരുത്തിയത്. മഞ്ചേരി, കൊണ്ടോട്ടി, തവനൂർ, നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയ ബ്ലോക്കുകളിലെ വിവിധ പഞ്ചായത്തുകളിലാണ് സംഘമെത്തിയത്. പൊന്നാനി BM റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറിന് സമീപം കാലങ്ങളായി അടിഞ്ഞുകൂടിയ മണൽ നീക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം പാഴ്വാക്കായി. ഷട്ടറിന് കിഴക്ക് ഭാഗത്താണ് മണൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. മണൽ അടിഞ്ഞതിനാൽ ഷട്ടറിന് താഴെ ജലം സംഭരിക്കുന്നതിന്റെ ശേഷി ഇല്ലാതായിരിക്കുകയാണ്.